نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ LSS എന്റെ പ്രിയപ്പെട്ട മക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് മക്കളെ, സുഖമാണോ? എല്ലാവർക്കും സുഖാണോ? സുഖല്ലേ? സുഖമാണ് അല്ലേ? സുഖമാണ്, നമുക്ക് സുഖാണ്. നമ്മൾ ഫുൾ പോസിറ്റീവിലാണ്, നമ്മൾ ഫുൾ എനർജിയിലാണ്, ഫുൾ പവറിലാണ്. നമ്മൾ LSS നേടുന്നവരെ നമ്മൾ ഫുൾ പവറിലാണ്. നേരെ വൈകി പോയി പഠിക്കാനെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഇനിയും 20 ദിവസം ഉണ്ട്. ഇന്ന് വിചാരിച്ചു 20 ദിവസം ഉണ്ട് വിചാരിച്ച് നിൽക്കണ്ട, 20 ദിവസമേ ഉള്ളൂ. അങ്ങനെയും പറയാം കേട്ടോ. അപ്പോ നേരെ വൈകി പോയി പഠിക്കാനെന്ന് വിചാരിച്ച് നിൽക്കണ്ട. ഈ ഒരു 20 ദിവസവും നന്നായിട്ട് അങ്ങോട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് കിട്ടും. നിങ്ങൾ കേട്ടിട്ടില്ലേ, യുദ്ധത്തിനൊക്കെ രാജാക്കന്മാരൊക്കെ ലാസ്റ്റ് ഇറങ്ങുക അല്ലെ? ഫസ്റ്റിൽ തന്നെ രാജാക്കന്മാർ ഇറങ്ങുന്നില്ല, നിങ്ങളൊക്കെ രാജാക്കന്മാരാണ് അല്ലെ. ലാസ്റ്റിൽ ഇറങ്ങിയിട്ട് പോരാടി യുദ്ധം വിജയിച്ചു വരും. ഒരു യുദ്ധം പോലെ കാണുക. LSS പരീക്ഷ ഒരു യുദ്ധം പോലെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇടിച്ച് പൊളിച്ച് അടക്കി കൊടുക്കുക. ചോദ്യം എടുക്ക്, ഞാൻ എഴുതി കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. എടുക്ക് നിങ്ങൾ ചോദ്യം. സെറ്റാണോ? ക്ലാസ് തുടങ്ങട്ടെ. കമന്റ് ബോക്സ് ഫയർ ഇട്ടെ, കത്തിക്ക്. കമന്റ് ബോക്സ് കത്തിക്ക്, ഫയർ ഇടൂ. കമന്റ് ബോക്സിൽ ഫയർ ഇടൂ എല്ലാരും. ഓക്കെ, റെഡി? ഒരു ലൈക്ക് ബട്ടൺ, വീഡിയോയുടെ താഴെ ഒരു ലൈക്ക് ഇട്ട് ആ ലൈക്ക് ബട്ടൺ ഞെക്കാൻ മറന്നു പോകരുത്. ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. നിങ്ങളെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം, ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ ആൾക്കാരുണ്ട് ഇത് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ലൈവ് കമന്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോസ് എന്ത് ചെയ്യാറുണ്ട്, ലൈവുകൾ യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, മെയ്ഡ് ഫോർ കിഡ്സ്, അതായത് നമ്മളൊക്കെ കുട്ടികളാണല്ലോ അല്ലെ, മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് മാറ്റിയാൽ പിന്നെ കമന്റ്സ് ഇടാൻ പറ്റില്ല. ചിലപ്പോൾ യൂട്യൂബ് അങ്ങനെ ചെയ്താറുണ്ട്. ഓക്കെ, ഞാൻ അതിന് റിക്വസ്റ്റ് ഒക്കെ കൊടുക്കുന്നത്, ഇങ്ങനെ ചെയ്യല്ലേ, ഞങ്ങൾ ക്ലാസ് എടുക്കുകയാണ്, ഞങ്ങളെ കുട്ടിക്ക് റിപ്ലൈ തരണം, ഞങ്ങളെ കുട്ടിക്ക് ലൈവിൽ കമന്റ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരുപാട് റിക്വസ്റ്റ് കേണം അപേക്ഷിക്കുന്നത്. യൂട്യൂബ് ചെയ്യല്ലേ എന്നോട്, യൂട്യൂബ് പ്ലീസ് എന്ന് പറയാറുണ്ട്. യൂട്യൂബ് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ നമുക്ക് വിട്ടുതരാറുണ്ട്, എന്നാലും ചിലതൊക്കെ പിടിച്ചു വെക്കാറുണ്ട്. ഓക്കെ, റെഡി? അപ്പൊ നേരെ നമ്മൾ പോവാണ്. EVSന്റെ 3ാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. പവറാണോ? നിങ്ങൾ പവറാണോ? നിങ്ങൾക്ക് പവർ വേണോ? എന്നാൽ മാത്രമേ എനിക്കും പവർ ഉണ്ടാവും. ഓക്കെ, അല്ലാണ്ട് ഞാൻ വെറുതെ ഇവിടുന്ന് കത്തിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ അവിടുന്ന് കത്തിക്കും കൂടി ചെയ്യണം. നമ്മൾ നേരെ നോക്കാൻ പോവാണ്. ഈ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ താഴെ വീഡിയോയുടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ്സിന്റെ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ലിങ്ക് കയറുക, ജോയിൻ ചെയ്യുക. അതുപോലെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മൾ മോഡൽ എക്സാം നടത്താറുണ്ട്. മോഡൽ എക്സാമിന് എല്ലാവരും വരണം. അടിച്ച് പൊളിക്കണം, നമുക്ക് കത്തിക്കണം, നമുക്ക് പൊളിക്കണം. നമുക്ക് LSS നമ്മൾ വാങ്ങിയിരിക്കും. സെറ്റാണ്. ഏതോ ഒരു കുട്ടി എല്ലാ ദിവസവും കമന്റിൽ വന്നിട്ട് പറയാറുണ്ട്, എനിക്ക് LSS ഈസ് മൈ ഡ്രീം. അതന്നെ എനിക്ക് പറയാനുള്ളത്. LSS ഈസ് അവർ ഡ്രീം, നമ്മളുടെ ഡ്രീം ആണ് അല്ലെ. LSS ഈസ് അവർ ഡ്രീം, നമ്മളുടെ ഡ്രീം ആണ് LSS. ഏതോ ഒരു കുട്ടിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, എല്ലാ ദിവസവും കമന്റിൽ വന്ന് പറയും. ആ കുട്ടി കാണുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു ബിഗ് ഹായ്. ഓക്കെ, സെറ്റ്, റെഡി? അപ്പൊ നേരെ നമ്മൾ പോവാണ്. കമന്റുകൾ ഇങ്ങനെ അയച്ചോളൂ. നിങ്ങൾ കമന്റിനൊക്കെ റിപ്ലൈ നമ്മൾ അഡ്മിൻസ് ഇങ്ങനെ തന്നുകൊണ്ട് നിൽക്കും, നിങ്ങൾ അയച്ചോളൂ. ഓക്കെ, റെഡി? സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന് പറയുന്ന നമ്മുടെ യൂണിറ്റ് 3യിലുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്വാതന്ത്ര്യത്തിലേക്ക് എന്നത് ആരുടെ ആത്മകഥയാണ്? സ്വാതന്ത്ര്യത്തിലേക്ക് എന്നുള്ളത് ആരുടെ ആത്മകഥയാണ്? നമുക്കറിയാമത് ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥയാണ്. നിങ്ങൾക്ക് അറിയുന്ന ആൻസേഴ്സ് ഉണ്ടെങ്കിൽ സടപട കമന്റിൽ ഇട്ടോളൂ കേട്ടോ. 2ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ആരുടെ ഭരണത്തിന് കീഴിലായിരുന്നു? വളരെ സിമ്പിൾ ചോദ്യമാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ കീഴിലായിരുന്നു ഇന്ത്യ. നമ്മുടെ ഈ ഒരു ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പേ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. അടുത്ത ചോദ്യവും അതുമായി ബന്ധപ്പെട്ടതാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിലേക്ക് വന്ന വിദേശ ശക്തികൾ ആരൊക്കെ? നമുക്കറിയാം, പോർച്ചുഗീസുകാരുണ്ടായിരുന്നു, ഡച്ചുകാരുണ്ടായിരുന്നു, ഫ്രഞ്ചുകാരുണ്ടായിരുന്നു, ഇംഗ്ലീഷുകാരുണ്ടായിരുന്നു. പോർച്ചുഗീസ്, റൊണാൾഡോ ഫാൻസ് ഉണ്ടോ ഇവിടെ? ലൈക്ക് ഇടൂ. റൊണാൾഡോ ഫാൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് ഇടൂ. റൊണാൾഡോന്റെ ടീം ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാരുണ്ടായിരുന്നു, ഡച്ചുകാരുണ്ടായിരുന്നു, ഫ്രഞ്ചുകാരുണ്ടായിരുന്നു, ഇംഗ്ലീഷുകാരുണ്ടായിരുന്നു. 4 പേരും കൂടെ നമ്മൾ അങ്ങോട്ട് സ്വീപ്പാക്കി എന്നൊക്കെ നമ്മൾ പറയൂലേ, അങ്ങോട്ട് അലമ്പാക്കി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച വിദേശ ശക്തി എന്ന് പറയുന്നത് റൊണാൾഡോ ആണ്. ആരാണ്? അത് മാറിപ്പോയിട്ടോ. സോറി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് ബ്രിട്ടീഷുകാരാണ് കേട്ടോ. ബ്രിട്ടീഷുകാരാണ് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത്. അടുത്ത ഇന്ത്യയിലേക്ക് ആദ്യമായി വന്നതും
അവസാനമായി പോയതുമായ വിദേശ ശക്തിയാണ് ആര്? പോർച്ചുഗീസുകാർ കേട്ടോ. റൊണാൾഡോ ആണ് ഇന്ത്യയിലേക്ക് ആദ്യമായി വന്നതും അവസാനമായി പോയതും ആരാണ്? പോർച്ചുഗീസുകാരാണ്, റൊണാൾഡോയാണ് കേട്ടോ. ആദ്യമായി വന്നതും അവസാനമായി പോയതും. ഓക്കെ, അത് ഓർക്കുമല്ലോ. റൊണാൾഡോനെ ആലോചിച്ചാൽ മതി. ആദ്യമായി വന്നതും അവസാനമായി പോയതും. റൊണാൾഡോ ആദ്യം വന്ന് അവസാനം പോവുകയും ചെയ്തു. ഓക്കെ, റെഡി. പോർച്ചുഗീസ്. ഓക്കെ, റൊണാൾഡോ ആലോചിച്ചാൽ പോർച്ചുഗീസ് കിട്ടുമല്ലോ. റെഡി. അടുത്തത്, ഇന്ത്യയിലേക്ക് ആദ്യമായി കപ്പൽ മാർഗം പോർച്ചുഗീസ് നാവികൻ ആരാണ്? വാസ്കോ ഡ ഗാമ. അടുത്തത്, ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ്? 1857. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. ഇതൊക്കെ നമുക്ക് അറിയുന്നതാ. നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് കേൾക്കുക. തെറ്റ് ചിലപ്പോൾ വന്നാലോ. ഓക്കെ, റെഡി. അടുത്തത്, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാര് കളിയാക്കി ഒരു പേര് വിളിച്ചിരുന്നു. ബ്രിട്ടീഷുകാര് എന്ത് ഇത് സമരാണെന്നൊക്കെ ചോദിച്ച് അവരങ്ങോട്ട് നമ്മളെ കുറവാക്കിയിട്ട് ബ്രിട്ടീഷുകാരെ കളിയാക്കി നമ്മളൊരു പേര് വിളിച്ചിരുന്നു. ആ പേരാണ് ശിപ്പായി ലഹള. ആ പേരാണ് ശിപ്പായി ലഹള. പോവുകയാണ് അടുത്ത ചോദ്യത്തിലേക്ക്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? നമുക്കറിയാം, ഉത്തർപ്രദേശിലുള്ള മീററ്റിലാണ്. അടുത്തതിലേക്ക് പോവാണ്. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന സംഘടന ഏതാണ്? നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് കേട്ടോ. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന സംഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അടുത്തത്, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം എന്ന് പറയുന്നത് പ്ലാസി യുദ്ധമാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട ഒരു യുദ്ധം ഏതാണ്? പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധത്തോടു കൂടിയാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അടിത്തറയിട്ടത്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് നമുക്കറിയാം, പഴശ്ശിരാജയാണ്. അതൊന്ന് ഓർക്കുക. സാരേ ജഹാം സെ അച്ഛാ രചിച്ചത് നമുക്കറിയാം, മുഹമ്മദ് ഇഖ്ബാൽ ആണ്. അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യം, ലാൽ പാൽ ബാൽ എന്ന പേരിൽ അറിയപ്പെട്ട നേതാക്കൾ ആരൊക്കെ? ലാൽ പാൽ ബാൽ എന്ന പേരിൽ അറിയപ്പെട്ട നേതാക്കൾ ആരൊക്കെ എന്നാണ്? ലാലാ ലജ്പത് റായ് ആണ്. പാൽ എന്ന് പറയുന്നത് ബിപിൻ ചന്ദ്രപാൽ ആണ്. ബാൽ എന്ന് പറയുന്നത് ബാലഗംഗാധര തിലകാണ്. ഏതൊക്കെയാ? ലാൽ പാൽ ബാൽ. ലാൽ എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായ് ആണ്. പാൽ എന്ന് പറയുന്നത് ബിപിൻ ചന്ദ്രപാൽ ആണ്. ബാൽ എന്ന് പറയുന്നത് ബാലഗംഗാധര തിലകാണ്. ഓക്കെ, റെഡി. അടുത്തത്, പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലാലാ ലജ്പത് റായ്. ആരാണ്? ലാലാ ലജ്പത് റായ്. ഓക്കെ, റെഡി, സെറ്റ്. അടുത്തതിലേക്ക് പോവാണ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആരാണ്? ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് പറയുന്നത് രാജഗോപാലാചാരിയാണ്. ഓക്കെ, റെഡി. അടുത്തത്, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു നമുക്കറിയാം, ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഒരേ ഒരു കേരളീയൻ ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഒരേ ഒരു കേരളീയൻ ആരായിരുന്നു? നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് അറിയെങ്കിലും ഒന്ന് കമന്റ് ചെയ്ത്. സെറ്റ് അല്ലേ? പറയുന്ന കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഇതിന്റെ കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടും കേട്ടോ. സെറ്റ് ആയിട്ട് നമ്മൾ ഇടും. സി ശങ്കരൻ നായരായിരുന്നു. സി ശങ്കരൻ നായർ. ഓക്കെ, അടുത്തതിലേക്ക് പോവാണ്. വന്ദേ മാതരം എടുത്തത് ഏത് നോവലിൽ നിന്ന്? നമുക്കറിയാം അല്ലെ, ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തത്. ഏത് നോവലിൽ നിന്നാണ്? പറയൂ, ഏത് നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തത്? ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ നിന്നാണ്. സത്യാഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം സത്യത്തെ മുറുകെ പിടിക്കുക. സത്യത്തെ മുറുകെ പിടിക്കുക എന്നതാണ് സത്യാഗ്രഹം എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. സത്യത്തെ നമ്മൾ എന്ത് ചെയ്യുക? മുറുകെ പിടിക്കുക എന്നതാണ്. സെറ്റല്ലേ? സത്യാഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം സത്യത്തെ മുറുകെ പിടിക്കുക. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. ഝാൻസി റാണിയുടെ യഥാർത്ഥ പേരെന്ത്? അറിയോ? ഷബുൻ അറിയോ? ഝാൻസി റാണിയുടെ യഥാർത്ഥ പേരെന്ത്? ആദിക്ക് അറിയോ?
എന്താ പേര്? അതൂതിയോ? അങ്ങനത്തെ ഒരു പേരുണ്ടോ? ഝാൻസി. നിങ്ങൾക്ക് അറിയോ ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര് റാണി ലക്ഷ്മിഭായി ആണ്. ഓക്കെ, റാണി ലക്ഷ്മിഭായി ആണ്. പോവുകയാണ് അടുത്ത ചോദ്യത്തിലേക്ക്. കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പറയാനുണ്ട്. നിങ്ങൾ സെറ്റായി നിൽക്കണം, അടിപൊളിയായി നിൽക്കണം നിങ്ങൾ കേട്ടോ. ഓക്കെ, അടുത്തത് തുണിമിൽ തൊഴിലാളികളുടെ കൂലി വർധനവിന് വേണ്ടി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ഏത് സമരമാണ്? എവിടെ നിന്നാണ്? അഹമ്മദാബാദിലായിരുന്നു. തുണിമിൽ സമരമായിരുന്നു. അഹമ്മദാബാദിൽ തുണിമിൽ സമരമായിരുന്നു. അടുത്തത് ഖേഡ സമരം നടന്ന വർഷം. ഖേഡ ഏത് ജില്ലയിലാണ്? സോറി, ഏത് സംസ്ഥാനത്താണ്? ഖേഡ സമരം നടന്ന വർഷം ചോദിക്കുന്നുണ്ട്. ഖേഡ ഏത് ജില്ല ഏത് സംസ്ഥാനാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ സംസ്ഥാനം ഗുജറാത്ത് ആണ്. 1918 1918 ഗുജറാത്തിലുള്ള ഒരു സംസ്ഥാനമാണ് ഖേഡ എന്ന് പറയുന്നത് കേട്ടോ. ഖേഡ ജില്ല ഗുജറാത്തിലെ ഒരു സംസ്ഥാനമാണ്. ഓക്കെ, ഖേഡ സമരം, അവിടെ ഒരു സമരവും നടന്നിട്ടുണ്ട്, ഖേഡ സമരം. ഓക്കെ, റെഡി. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം വിളിച്ചത് നമുക്കറിയാം, സുഭാഷ് ചന്ദ്രബോസ്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അടുത്തത് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് 1920 ഗാന്ധിജി ആദ്യമായി കേരളത്തിലേക്ക് വന്നത് എപ്പോഴാണ്? 1920. അടുത്തത് സ്വാതന്ത്ര്യ സമരത്തിലെ കറുത്ത അധ്യായം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് സമരത്തെയാണ്? ഏത് സമരത്തെയാണ് അറിയോ? ജാലിയൻ വാലാബാഗ് അല്ലെ? ജാലിയൻ വാലാബാഗിനെയാണ്. കൂട്ടക്കൊല നമുക്കറിയാം. ഭയങ്കരം തന്നെയായിരുന്നു അല്ലെ അത്. ജാലിയൻ വാലാബാഗ് പഠിച്ചിട്ടില്ലേ നിങ്ങള്? ഭയങ്കരമായി ചെയ്ത ആളുകളെ നമ്മളോട്. ഓക്കെ, റെഡി. അടുത്തത് ആരെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ എത്ര കാലം വേണമെങ്കിലും തടവിൽ വെക്കാൻ സാധിക്കുന്ന ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമം ഏത്? ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ എത്ര വേണമെങ്കിലും തടവിൽ വെക്കുകയും ചെയ്യാം, അറസ്റ്റ് ചെയ്യുകയും ചെയ്യാം, വിചാരണയൊന്നും കൂടാണ്ട് ഒരുപാട് കാലം തടവിൽ വെക്കുന്ന ആ ഒരു നിയമം എന്ന് പറയുന്നതാണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. റൗലറ്റ് ആക്ട്. ഓക്കെ, റെഡി. അടുത്തത് ഗാന്ധിജി രണ്ടാമത് കേരളത്തിൽ വന്നത് എപ്പോഴാണ്? എന്തിനാണ്? 1928 വൈക്കം സത്യാഗ്രഹത്തിനാണ്. 1928 ഗാന്ധിജി രണ്ടാമതായിട്ട് കേരളത്തിൽ വന്നത് വൈക്കം സത്യാഗ്രഹത്തിനാണ് കേട്ടോ. വൈക്കം സാധാരണ വൈക്കം സത്യാഗ്രഹം കേട്ടോ. വൈക്കം സത്യാഗ്രഹത്തിനാണ്. അടുത്തത് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഏത് സമരത്തിന്റെ ഭാഗമായിട്ടാണ്? നിസ്സഹകരണ സമരം. വിദേശ വസ്ത്രങ്ങളൊക്കെ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ അല്ലേ, അലൻസോളിയും അല്ലേ, വേറെ ഏതൊക്കെയാ? ഒരുപാട് 2-3 ബ്രാൻഡിന്റെ പേര് പറയും. പ്യൂമുണ്ട്, അലൻസോളി ഉണ്ട്, സ്കെച്ചേഴ്സ് ഉണ്ട്, ഇതൊക്കെ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ അല്ലേ. ഏതാ? ഷാനെ പേര് പറയുന്നുണ്ട്, ആർക്കറിയാം. ഓക്കെ, റെഡി. അപ്പൊ എന്താണ്? അപ്പൊ ഈ ഒരു പീറ്റർ ഇംഗ്ലണ്ട് ഇങ്ങനെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ചില ഇങ്ങനത്തെയുള്ള സംഭവങ്ങളൊക്കെ. അതായത് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത് എന്താണ് നിസ്സഹകരണ സമരവുമായിട്ടാണ് കേട്ടോ. വിദേശ വസ്ത്രങ്ങളൊക്കെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, റെഡി. പിന്നെ ഗാന്ധിജിക്ക് തന്റെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉരുക്കൊടുത്ത ഒരാളില്ലായിരുന്നോ? നമുക്കറിയാം. ആരായിരുന്നു? കൗമുദി ടീച്ചറാ അല്ലേ? ഓക്കെ, റെഡി. ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്നത്? ക്ഷേത്ര പ്രവേശന വിളംബരം എന്ന് പറയുന്ന ആ ഒരു സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? അവസാനമായിട്ട് കേരളത്തിലേക്ക് വന്നത്. ഓക്കെ, സെറ്റ്. അടുത്തത് ലോക അഹിംസാ ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കാൻ തീരുമാനിച്ച ദിവസം. ലോക അഹിംസാ ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കാൻ തീരുമാനിച്ച ദിവസം എന്ന് പറയുന്നത് ഒക്ടോബർ 2. ഓക്കെ, റെഡി. അടുത്തത് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വേദിയാണ്. പയ്യന്നൂരിലെ ഉളിയത്ത് കടവായിരുന്നു കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ വേദി എന്ന് പറയുന്നത്. അടുത്തത് ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? അബ്ബാസ് തിയാബ്ജിയാണ്. അബ്ബാസ് തിയാബ്ജി. ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നത് അബ്ബാസ് തിയാബ്ജിയാണ് കേട്ടോ കുട്ടികളെ. ഓക്കെ, റെഡി. അടുത്തത്
ഒരു പിടി ഉപ്പ്, ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. ഉപ്പ് പിടിച്ച ഈ മുഷ്ടി തകർത്തേക്കാം, എന്നാലും ഈ ഉപ്പ് വിട്ടുകൊടുക്കില്ല. ഇത് ആര്, എപ്പോൾ, എവിടെ വെച്ച് പറഞ്ഞു? ഇത് പറഞ്ഞത് ഗാന്ധിജിയാണ്. 1930 ദണ്ഡി കടപ്പുറത്ത് വെച്ചാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, റെഡി, ഓർക്കണേ. അടുത്തത്, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി കുട്ടികളുടെ സംഘടനയായ വാനരസേന രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി കുട്ടികളുടെ സംഘടനയായ വാനരസേന രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. അടുത്തത്, ഇന്ത്യ വിൻസ് ഫ്രീഡം, അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന പുസ്തകം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്ന പുസ്തകം രചിച്ചത്. അടുത്തത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് കരുത്തു പകർന്ന ഒരു പ്രധാനപ്പെട്ട സംഘടനയായിരുന്നു സാധു ജനപരിപാലന സംഘം. ഏത്? സാധു ജനപരിപാലന സംഘം. ഈ ആരാണ് ഇതിന്റെ സ്ഥാപകൻ? അയ്യങ്കാളി കേട്ടോ. സാധു, നമ്മളെ സാധു മേരിക്കുണ്ട ആലോചിച്ചാൽ മതി. കണ്ണൂരുള്ള വാട്ടത്തീം പാർക്കില്ലേ, സാധു മേരിക്കുണ്ടം. കണ്ണൂരുള്ള കുട്ടികളുണ്ടാവും, ലൈക്കിട്ടെ. കണ്ണൂരുകാര് വരൂ, ലൈക്കിടൂ. ഇന്നലെയും കണ്ണൂരുകാരെ ചോദിച്ചു, ഇനി അടുത്തതും കിട്ടട്ടെ. മലപ്പുറം കോഴിക്കോട് വരുമ്പോ ചോദിക്കട്ടോ. സാധു ജനപരിപാലന സംഘം അയ്യങ്കാളിയാണ്. ഓക്കെ, റെഡി. അടുത്തത്, ജീവിതം ഒരു സമരം എന്ന ആത്മകഥ എഴുതിയ സ്വാതന്ത്ര്യ സമര നായിക ആരാണ്? ജീവിതം ഒരു സമരം. ജീവിതം എന്ന് പറയുന്നത് ഒരു സമരം തന്നെയാ അല്ലെ. LSS എന്ന് പറയുന്ന പരീക്ഷയൊന്നല്ല വലുത്, ഇതിലും വലുത് വേറെ എന്തൊക്കെയോ വരാനുണ്ട്. ഇതൊക്കെ ചെറുതാണ്. അപ്പൊ നമ്മൾ ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട. എന്ന് വിചാരിച്ചൊന്നും പഠിക്കാണ്ട് നിൽക്കരുത്. സെറ്റാണ് നമ്മൾ സെറ്റാ അല്ലെ, ഉറപ്പാണ്. ഓക്കെ, ജീവിതം ഒരു സമരം എന്ന ആത്മകഥ എഴുതിയ സ്വാതന്ത്ര്യ സമര നായിക അക്കാമ ചെറിയാനാണ്. ഓക്കെ, അക്കാമ ചെറിയാൻ. അടുത്തതിലേക്ക് പോവാണ്. നമുക്ക് അവസാന സമരത്തിന് ഒരുങ്ങണം. ഇക്കഴിഞ്ഞ എല്ലാ സമരങ്ങളെയും പിന്നിലാക്കുന്ന ഉഗ്ര സമരം. ഇതാര്, ഏത് സമരത്തെ കുറിച്ചാണ് പറഞ്ഞത്? ഇത് ഗാന്ധിജിയാണ് പറഞ്ഞത്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. ക്വിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞത് ഏതാ? നമുക്ക് അവസാന സമരത്തിന് ഒരുങ്ങണം, ഇക്കഴിഞ്ഞ എല്ലാ സമരങ്ങളെയും പിന്നിലാക്കുന്ന ഉഗ്ര സമരം കേട്ടോ. ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയെ വിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഓക്കെ, റെഡി. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത് ഏതാ? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. അടുത്തത്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലാണ് ഉപപ്രധാനമന്ത്രി. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഉപപ്രധാനമന്ത്രി എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഓക്കെ, അടുത്തത് പോവാണ്. അടുത്തത് ചെറിയൊരു സംഭവമാണ്. ബാപ്പുജി, ഗാന്ധിജി. ഓക്കെ, ചാച്ചാജി നെഹ്റു, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, രാജാജി സി ഗോപാലാചാരി. ഓക്കെ, അടുത്തത് കേരള ഗാന്ധി കെ കേളപ്പൻ, അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ആധുനിക ഗാന്ധി ബാബ അംതെ, മയ്യഴി ഗാന്ധി കെ കുമാരൻ മാസ്റ്റർ. വിട്ടഭാഗം പൂരിപ്പിക്കാൻ. അടുത്തത്, രാഷ്ട്രപിതാവ് ഗാന്ധിജിയാണ്, രാഷ്ട്രശില്പി നെഹ്റു ആണ്, ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്, ഉരുക്കു വനിത ഇന്ദിരാഗാന്ധിയാണ്, പഞ്ചാബ് സിംഹം ലാലാ ലജ്പത് റായി ആണ്, മൈസൂർ കടുവ ടിപ്പു സുൽത്താൻ ആണ്, കേരള സിംഹം പഴശ്ശിരാജയാണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ കാര്യങ്ങൾ എന്തായാലും പഠിക്കണം. അതുപോലെ തന്നെ ഇതിന്റെ പുറമേയുള്ള ഒരു 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ സാധനം നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഞാൻ അയക്കും. അപ്പൊ അതൊക്കെ കണ്ട് സെറ്റ് ആയിട്ട് പഠിച്ചിട്ട് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റണം. കുറച്ച് അങ്ങനെ പഠിച്ചാൽ മതി. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓരോ കാര്യങ്ങളോട് കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. എന്നാൽ നമ്മുടെ മനസ്സിലേക്ക് കൂടുതൽ അങ്ങോട്ട് തങ്ങി നിൽക്കും. അതുപോലെ തന്നെ ഇന്നലെ പറഞ്ഞ മെഡിറ്റേഷന്റെ കാര്യം മറന്നുപോകരുത്. നമുക്ക് കൂടുതൽ ബുദ്ധിയും കൂടുതൽ നമ്മുടെ കോൺസെൻട്രേഷനും ഒക്കെ കിട്ടാൻ മെഡിറ്റേഷൻ ഭയങ്കര
സംഭവമാണ്. അപ്പൊ ഇന്നലെ ക്ലാസ്സിൽ മെഡിറ്റേഷന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. LSSന്റെ എക്സാമിന്റെ പാർട്ട് 2 എന്ന് പറയുന്ന ക്ലാസ്സിൽ മെഡിറ്റേഷന്റെ കാര്യംസ് പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് പോയിട്ടൊന്ന് നോക്കുക, ചെയ്യുക, സെറ്റാക്കുക. LSS നമുക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു കുട്ടിയും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല മാർക്ക് ഉണ്ടാവും. LSS നമുക്ക് കിട്ടിയിരിക്കും, ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത അടിപൊളി ഒരു സെറ്റ് വീഡിയോ, ലൈവ് വീഡിയോ, അടുത്ത എക്സാമിന്റെ മോഡലിന്റെ എക്സാമിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വരും വരണല്ലോ അല്ലേ, വരണം. അപ്പൊ അടുത്ത സെറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ ബൈ, സീ യു.